റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിലല്ല, റാസൽ ഖൈമയിലെ കാന്താരി റെസ്റ്റോറൻറ്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ചേച്ചി നാറാൻ പോവുകയാണോ? അത് ശരി, അങ്ങനെ റാസൽ ഖൈമയിലെ വലിയ വീട്ടിൽ രാജകുമാരി ഒറ്റയ്ക്കായിരുന്നില്ലേ? ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട മെസ്സേജിൻ്റെ പേരിൽ സ്വന്തം ഭാര്യനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്നവർ താങ്കളൊക്കെ എന്ത് ഭർത്താവാണ് സാർ എന്നല്ല. എന്താണ് സാർ ഇങ്ങനെ ചെയ്യാൻ പാടും? ഇങ്ങനെയൊക്കെ ചെയ്യാമോ സാർ? അവസാനം ഇപ്പം എന്തായി സാർ? പ്രശ്നമായില്ലേ സാർ? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ലക്ഷ്മിപ്രിയ അൻസിബ വിഷയത്തിൽ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ലക്ഷ്മിപ്രിയ കൊടുത്തിരുന്നു ഒരു ചാനലിൽ, ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ. ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയില്ല, ഒരു പകുതിക്ക് വെച്ച് ആ ഇൻ്റർവ്യൂ നിൽക്കുകയുണ്ടായത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഈ ഒരു സമയത്തിനിടയ്ക്ക് ലക്ഷ്മിപ്രിയ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, മിഥിലാജ് റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള, മിഥിലാജ് അബ്ദുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ അൻസിബയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ഇന്നലെ ലക്ഷ്മിപ്രിയ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഒരുപാട് ചർച്ചാ വിഷയമാണ്, നമ്മൾ 2 വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഈ മിഥിലാജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇയാൾ, പുള്ളി ലക്ഷ്മിപ്രിയക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള സംഗതികളും കൊണ്ട് വന്നിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടി വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇതുപോലെ പരദൂഷണ പരിപാടികൾ കടക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചില്ലേ മറുപുറത്തൊരാളുണ്ടാവും എന്നുള്ളത്? പറ്റല്ലേ എമ്പുരാനിലിപ്പോൾ പറഞ്ഞ മാതിരി നീ തീരെ ചിന്തിച്ചില്ലടേ അപ്പുറത്തൊരാളുണ്ട് എന്നുള്ളത്. എന്താവശ്യമുണ്ട്? ഇങ്ങനെ ആൾക്കാർക്ക് പറഞ്ഞ് ചിരിക്കാനും ഇതിൻ്റെ പുറകെ പുലിവാല് പിടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് 36 തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് മിഥിലാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, മിഥിലാജിൻ്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെയാണ്. മിഥിലാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അവിടെ വയ്ക്കാം. 2 പോസ്റ്റാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഒന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. രണ്ടാമത്തെ പോസ്റ്റ് ഏകദേശം അരമണിക്കൂർ മുന്നേ വന്നിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ലക്ഷ്മിപ്രിയയുടെ റാസൽ ഖൈമയിലുള്ള ചില കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടൊക്കെയാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് വായിക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്, വീഡിയോയിൽ കിടക്കുന്നതിന് പിന്നെ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. മിഥിലാജ് അബ്ദുൾ 26 ജാനുവരി, ഇത് ആദ്യത്തെ പോസ്റ്റ് ഞാൻ വായിക്കാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക്. ഈ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് ലാസ്റ്റായിട്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പ് വേണമെങ്കിൽ കാണിക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കാരണം ഈ അമ്മയിലെ പോര് നടക്കുന്ന സമയത്ത് ഈ അതിനായിട്ട് കണക്റ്റഡ് അല്ലാതെ ലക്ഷ്മിപ്രിയ ഇന്നലെ ക്യാൻ ചാനൽ മീഡിയയ്ക്ക് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നതെന്ന് വെച്ചാൽ അൻസിബേനെയും ഒരു ആൺസുഹൃത്തിനെ മിഥിലാജ് അബ്ദുള്ളാണ്, ഇവർ 2 പേരെയും ഒരു വളരെ മോശം സാഹചര്യത്തിൽ ഒരു ഹോട്ടൽ റൂമിൽ കാണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിനെതിരെയാണ് മിഥിലാജ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറോളം നീണ്ട മാനസിക പീഡനത്തിന് ഒടുവിൽ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഖേദപ്രകടനത്തിൻ്റെ പകർപ്പ് പോലും നൽകാതെയാണ് അൻസിബ ഹസനെയും സുഹൃത്തും മാധ്യമ പ്രവർത്തകനുമായ സുധിയെയും അവർ പറഞ്ഞയച്ചത്. ആ അടിയന്തര സാഹചര്യത്തിലാണ് അവർ എന്നെ ബന്ധപ്പെടുന്നത്. കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട ഞാൻ ഉടൻ സ്റ്റേഷനിലെത്തി SI രേഷ്മയെ നേരിൽ കണ്ടു. നിയമവിരുദ്ധമായ ആ ഏകപക്ഷീയ നടപടിക്കെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിച്ചു. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ നിവൃത്തിയില്ലാതെ അവർ ആ പകർപ്പ് കൈമാറാൻ നിർബന്ധിതരായി. ഈ നീതി നിഷേധത്തിന് വേദിയൊരുക്കിയ ആ മഹതി അവിടെ തന്നെ തറവാട്ട് സ്വത്തെന്ന പോലെ വിലസി നടപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത നോട്ടം. പിന്നാലെ സ്റ്റേഷനിലെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് വിട പറഞ്ഞ് മടങ്ങുന്ന ആ കാഴ്ച, ഇന്ന് കോടതിയിൽ അൻസിബ ഉയർത്തിക്കാട്ടുന്ന ആ നിർണായക തെളിവ് അന്ന് ഞാനും സുഹൃത്തും പോരാടി വാങ്ങിയതാണ്. ആ തെളിവിനെതിരെ തിരക്കഥാകൃത്തായ ആ മഹതി മെനഞ്ഞെടുത്ത തട്ടിപ്പു കഥയാണ് ഇന്ന് പുറത്തു വന്നത്. ഈ മഹതിയെ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഞാൻ നേരിട്ട് കണ്ടത് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ച് മാത്രമാണ്. ഇതിന് വിപരീതമായി ഈ കാലയളവിൽ എന്നെ എവിടെയെങ്കിലും പോയല്ലോ അവനെ ഒരു മിനിറ്റ് ഒരു നിമിഷം കേട്ടോ. ഈ കാലയളവിൽ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി തെളിയിക്കാൻ ഞാൻ ആ വ്യക്തിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. നുണകൾ മെനയാനുള്ള ഇവരുടെ അസാമാന്യ കഴിവിനെ ശരിക്കും സമ്മതിക്കണം. അമ്മയിലെ ജനറൽ ബോഡിയിലെ തോൽവിക്ക് പകരം വീട്ടാൻ ബോംബെക്കാരി ചേച്ചിയുടെ നോർത്ത് ഇന്ത്യൻ ഐഡിയ പരീക്ഷിച്ചതാണെന്ന് മനസ്സിലായി. പിക്ചർ അഭി ഭി ബാക്കി ഹേ മേര ദോസ്ത്. എനിക്കെതിരെ നടത്തിയ ഈ വ്യക്തിഹത്യയും അസത്യ പ്രചാരണങ്ങൾക്കുമെതിരെ നിയമപരമായ നടപടികൾ ഞാൻ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പണവും സ്വാധീനവും നൽകി മാത്രം സൗഹൃദങ്ങൾ കെട്ടിപ്പടുത്തി ശീലമുള്ള ആ മഹതിയോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അൻസിബയുടെ പോരാട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവസാന ശ്വാസം വരെ കൂടെയുണ്ടാകും. അതേതറ്റം വരെ പോകേണ്ടി വന്നാലും ശരി എന്ന് പറഞ്ഞ ഇന്നലെ ഒരു ചെറിയ വെടി
ചെറിയൊരു വെടി പൊട്ടിച്ചുട്ടോ. പക്ഷേ ഭഗീരഥൻ പിള്ള വലിയ വെടി വഴിപാട് ഇതിൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് ആദ്യത്തെ പോസ്റ്റ്. ഇതിന് ശേഷം മിഥിലാജിൻ്റെ 45 മിനിറ്റ് മുന്നുള്ള പോസ്റ്റ് കേട്ടോ. അൻസിബ, സത്യം മറച്ചു വെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിലെ നിന്റെ മൗനം ആപത്താണ്. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നത്? ലക്ഷ്മിപ്രിയയുമായുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാകണം. ഡെഫിനറ്റ്ലി ഞാനും ഇത് ചിന്തിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാനും ഈ ചങ്ങായിൻ്റെ കൂടെ ചിന്തിച്ചു പറഞ്ഞിട്ട് വലിയ ആളാവില്ല കേട്ടോ. ഞാനും ചിന്തിച്ചു എന്തുകൊണ്ട് ഇത് പറയുന്നില്ല അല്ലേ? പറയട്ടെ. റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിലല്ല, റാസൽ ഖൈമയിലെ കാന്താരി റെസ്റ്റോറൻറ്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ചേച്ചി നാറാൻ പോവുകയാണോ? ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം നീ അറിഞ്ഞത് മുതലാണോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ലക്ഷ്മിപ്രിയ ചേച്ചിയേ, ലക്ഷ്മിക്കുട്ടിയെ, ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? അത് ശരി, അങ്ങനെ റാസൽ ഖൈമയിലെ വലിയ വീട്ടിൽ രാജകുമാരി ഒറ്റയ്ക്കായിരുന്നില്ലേ? ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നോ? വളരെ ലളിതമായി ചോദിച്ചതിനാണ് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ ഖൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരമൊരു കേസിന് മുതിർന്നത്? ആഹാ, തൻ്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? യെസ്, പോസിബിലിറ്റി തോന്നുന്നു അല്ലേ? കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശാ തൃപ്പൂണിത്തുറ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിങ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ ഇതുവരെ പുറത്തറിയിച്ചില്ല? അത് ശരി, അങ്ങനെയാണല്ലേ അൻസിബ. ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലെ നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാവണം, ആക്കിയിരിക്കും. ഒരു കാര്യം കൂടി വ്യക്തമാകുന്നു, നിന്റെ അഭിഭാഷകന്റെയും അനുവാദത്തിനായി ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തുവിടുകയാണ്. പിക്ചർ അഭിവി ബാക്കി ഹേ മേരെ ദോസ്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കഥാനായകൻ മിഥിലാജ് ഇത് വായിക്കണമെങ്കിൽ എനിക്ക് വേറൊരാളുടെ സഹായം കൂടി ആവശ്യമുണ്ട്. ഞാൻ വിളിക്കട്ടെ? കണ്ണ് കാണില്ല. ഇത് തന്നെ വല്ല ട്രൈപോഡിൻ്റെ ദൂരത്തിൽ വെച്ചിട്ടൊക്കെ വായിക്കില്ല. സംഭവം രസം കേട്ടോ. എന്താലേ മര്യാദയ്ക്ക് പോയിരുന്ന അവസ്ഥയെന്ന് വല്ല കാര്യമുണ്ട്? എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ ടു ദി SHO. ഭയങ്കരമാണ് കേട്ടോ ഈ പരാതി, കേട്ടോളൂ. ഇത് കാര്യങ്ങളുണ്ട്. ടു SHO, വുമൻ സെൽ തൃപ്പൂണിത്തുറ, ഫ്രം ലക്ഷ്മിപ്രിയ, എന്താണ് പെരുന്നാണിക്കുളം ടെമ്പിൾ റോഡ്, എന്തോ ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട സാർ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, കുടുംബം എന്നാണ് എഴുതിക്കുന്നത്, അല്ല, ബഹുമാനപ്പെട്ട സാർ, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഭർത്താവ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നേ ദിവസം ഒരു പരാതി തന്നിരുന്നുവല്ലോ. അത് ശരി, അത് തന്നിട്ടുണ്ടോ? അതേതാ പരാതി? അങ്ങനത്തെ പരാതിനെ പുറത്തുവരട്ടെ ആദ്യം, അതല്ല ഹീറോയിസം. ആ പ്രശ്നങ്ങളുടെ മൂലകാരണം മൂലപൊട്ടുള്ള കളിയില്ല, അയ്യോ. ആ പ്രശ്നങ്ങളുടെ മൂലകാരണം ഇക്കഴിഞ്ഞ ഡിസംബർ മാസം അൻസിബ ഹസൻ എന്ന എൻ്റെ സുഹൃത്ത് ചക്കോളാസ് ഫ്ലാറ്റ് സീപോർട്ട് കാക്കനാട് എന്ന എൻ്റെ സുഹൃത്ത് എൻ്റെ ഫോണിലേക്ക് അയച്ച ഒരു മെസ്സേജിൽ നിന്നുമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദുബായിൽ വെച്ച് ഞാൻ ഏതോ മോശം സാഹചര്യത്തിൽ മോശമായി ഒരാളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്ന് ആ കുട്ടിയുടെ ആർജയായ ഏതോ സുഹൃത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. ക്ഷമിക്കണം കേട്ടോ, ഇത് വളരെ ചെറുതായതുകൊണ്ടേ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. ഭയങ്കര നീറ്റായ കൈഷറായതുകൊണ്ടേ. അത്തരത്തിൽ ഏതെങ്കിലും ഫോട്ടോ ഇല്ല എന്നെനിക്ക് 1000% ഉറപ്പായതിനാൽ, 100%, ഒരു ഉഷാറിന് 110% എന്നൊക്കെ പറയും, 1000% ഉറപ്പായതിനാൽ അത്തരത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സീലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഞാൻ
വിളിച്ചു, പക്ഷെ ആ കുട്ടി ഇപ്പോൾ മറുപടി പറയുന്നില്ല. അവിടെയൊക്കെ സീലാണ്. എന്നാൽ ഈ മെസ്സേജ് എൻ്റെ ഭർത്താവ് കാണുകയും, ഇതാണ് വിഷയം, എന്നാൽ ഈ മെസ്സേജ് എൻ്റെ ഭർത്താവ് കാണുകയും അന്ന് മുതൽ എന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. അത് ശരിയാണോ ലക്ഷ്മിക്കുട്ടി? ഇത് ശരിയാണോ? നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇത് കേസിന് പോകണ്ടേ? ശാരീരികമായും മാനസികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണോ അദ്ദേഹം? എന്നിട്ടാണ് അയാൾ ഭയങ്കര സപ്പോർട്ടായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട മെസ്സേജിൻ്റെ പേരിൽ സ്വന്തം ഭാര്യനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്നവർ താങ്കളൊക്കെ എന്ത് ഭർത്താവാണ് സാർ? എന്നല്ല, എന്താണ് സാർ ഇങ്ങനെ ചെയ്യാൻ പാടും? ഇങ്ങനെയൊക്കെ ചെയ്യാമോ സാർ? അവസാനം ഇപ്പം എന്തായി സാർ? പ്രശ്നമായില്ലേ സാർ? അതിനാൽ ബഹുമാനപ്പെട്ട മാഡം, എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ എൻ്റെ ഭർത്താവിനൊപ്പം അൻസിബ ഹസൻ എന്ന എൻ്റെ സുഹൃത്തിനെയും ഇവിടെ വിളിച്ചു വരുത്തി ഇതേപ്പറ്റി ചോദിച്ച് ഫോട്ടോ ഹാജരാക്കാൻ ആവശ്യപ്പെടേണ്ടതും. ഇത് എന്താ സ്കൂളോ, നഴ്സറി സ്കൂളോ? ഇതൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ വിടേണ്ട കാര്യങ്ങളല്ലേ? ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് അല്ലേ? പ്രിൻസിപ്പലടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് മറ്റേ കുട്ടീനോട് വിളിച്ചു വരുത്തിയിരുന്നൊക്കെ പറഞ്ഞിട്ട് അയ്യയ്യയ്യയ്യേ, എൻ്റെ സുഹൃത്തിനെയും ഇവിടെ വിളിച്ചു വരുത്തി ഇതേപ്പറ്റി ചോദിച്ച് ഈ ഒരു ഫോട്ടോ ഹാജരാക്കുവാൻ ആവശ്യപ്പെടേണ്ടതും. അത്തരം മോശമായ ഫോട്ടോ ഇല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതം നശിപ്പിക്കുന്നതിന് കാരണമായ ആ കുട്ടിക്ക് എതിരെ നടപടി സ്വീകരിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് ലക്ഷ്മിപ്രിയ ടു വിമൻ സെൽ കൊച്ചിൻ. അതാണ്. എന്തൊരു കഷ്ടല്ലേ! ഇതിൽ പറഞ്ഞിരിക്കുന്ന സത്യമാണെങ്കിൽ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിൻ്റെ പേരിൽ ആദ്യം കേസെടുക്കണം, ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചതിന്. നിന്നെ അൻസിബയുടെ റൂമിൽ കണ്ടതിനെ കുറിച്ച് ആദ്യം പറയാമെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. ബട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതല്ലേ അതിൻ്റെ ഒരു ഇത് അല്ലേ? എന്താലേ എവിടെ എത്തി നിൽക്കുന്നല്ലേ? അപ്പം അമ്മയിൽ തുടങ്ങി എവിടെയോ എത്തി നിൽക്കുന്ന ഈ ഒരു പരമ്പരയ്ക്ക് ഒരവസാനമില്ല എന്നുള്ള സന്തോഷത്തിൽ, അതല്ല കേട്ടോ, സന്തോഷമൊന്നുമില്ല ഭൈ മക്കളെ, സന്തോഷമൊന്നുമില്ല. നമുക്ക് സന്താപമാണ്. ഇവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ രഹസ്യമായി പോകേണ്ട പല കാര്യങ്ങളൊക്കെ ഇവർ പരസ്യമാക്കുന്നതിൻ്റെ ഒരു തരം വിഷമത്തിലാണ് ഞാൻ സത്യത്തിൽ ഭയങ്കര വിഷമത്തിലാണ്. ഇതിൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുണ്ടോ ഒരവസ്ഥ? ഈ മിഥിലാജ് പോട്ടെ, ഇവൻ്റെ ബാക്കിയുള്ള പരിപാടിക്ക് കിടക്കുന്നില്ല. അത് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞു അല്ലേ? അവർ 2 പേരെയും കൂടി ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടു എന്നുള്ളതിൻ്റെ പേരിലാണ് അവിടെ കൊടുത്ത് കാർഡ് കറങ്ങിയാണെന്നോ എന്തൊക്കെയോ പരിപാടികളൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഏതായാലും അത് നമ്മളുടെ ഇന്നലത്തെ വിഷയമായിരുന്നു. ഇപ്പോൾ ഈ വിഷയമാണ്. നാളെ ഇനി എന്താ വിഷയം എന്നുള്ള അറിയില്ല. നാളെ അല്ല, അടുത്ത വിഷയം എന്താണെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏതായാലും ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് തുരെ എത്തുന്നതാണെന്നാണ് യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത്. എത്തുമെന്നുള്ളത് അറിയില്ല, എത്തുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എത്തുന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഇതിൻ്റെ ബാക്കി ഒരു കുൽസിത പരമ്പരയുമായി ഉടനെ വരുന്നതാണ്. അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന സമയത്തേ അങ്ങനെയൊന്നും ആവില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ടോണ് മാറ്റി സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് സലീം കുമാർ കേട്ടോ, സലീമേട്ടൻ. ഞാൻ പറഞ്ഞു എന്നല്ലോ കേട്ടോ, നമ്മൾ എന്തായിരിക്കും കഥാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സലീമേട്ടൻ്റെ ഡയലോഗുകളെ എത്ര കൂട്ടത്തിൽ ഇപ്പോൾ അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂട്ടി ചേർക്കണ്ടായിരുന്നു അല്ലേ? എന്നാലും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.